കേരളത്തെ ഞെട്ടിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നിട്ട് ഒരു വർഷമാകുന്നു. നാടിന് നടുക്കിയ കൊലപാതകത്തിന്റെ ഞെട്ടലിൽ നിന്ന് ബന്ധുക്കളും പ്രദേശവാസികളും ഇനിയും മുക്തരായിട്ടില്ല. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിനെ ആസ്പദമാക്കിയുള്ള കാലം പറഞ്ഞ കഥ എന്ന സിനിമയുടെ റിലീസ് മാറ്റണമെന്ന ആവശ്യവുമായി പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അഫാന്റെ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് ന്യൂസ് 18. ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വെഞ്ഞാറമൂടിനടുത്ത് പേരുമല എന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ ഈ ഗ്രാമം കേരളത്തിലെ മറ്റൊരു സ്ഥലങ്ങളിലും അറിയപ്പെടാത്ത തിരുവനന്തപുരത്തിൻ്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം മാത്രമായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇന്ന് കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഗ്രാമമായി ഈ പേരുമല എന്ന നാട് മാറിയത് കേരളത്തെ മുഴുവൻ നടുക്കിയൊരു കൊലപാതകത്തിൻ്റെ വാർത്തയിലൂടെയാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 23-ാം തീയതി വരെ ഈ വീടിൻ്റെ കോളിംഗ് ബെല്ലിൽ ഇങ്ങനെ അമർത്തിയാൽ ആ വീട് തുറന്ന് പുറത്തേക്ക് വന്ന് വർത്തമാനം പറയാൻ ഒരുപിടി ആളുകൾ ഈ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഫെബ്രുവരി 24-ാം തീയതി ആ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഈ വീടിൻ്റെ ഗേറ്റുകൾ ഇങ്ങനെ താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഈ വീട്ടിൽ ആളടക്കമില്ല, ഒച്ചയില്ല, ഒന്നുമില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഈ നാടിനെ മുഴുവൻ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്ന അഫാൻ്റെ വീടാണിത്. കേസിൽ ശിക്ഷ കാത്തു കിടക്കുന്ന അഫാൻ ഇപ്പോഴും ജയിലിലാണ്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. ഈ ഫെബ്രുവരി 24-ാം തീയതി ഈ കൂട്ടക്കൊലപാതകം നടന്നിട്ട് ഒരു വർഷം തികയുകയാണ്. എന്താണ് പേരുമലയിലെ ഈ വീടിൻ്റെ സ്ഥിതി? അത് നേരിൽ കാണാനാണ് ഞങ്ങളിവിടേക്ക് എത്തിയത്. നമുക്കറിയാം, ഒരിക്കൽ കൂടി ഒരു ഫ്ലാഷ് ബാക്ക് പോലെ എന്താണെന്ന് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് ഓർത്തെടുക്കുക. അതായത് കഴിഞ്ഞ ഫെബ്രുവരി 23-ാം തീയതി ലോൺ ആപ്പുകളിൽ നിന്ന്, മൊബൈൽ സ്മാർട്ട് ഫോണിലൂടെ ലോൺ ആപ്പുകളിൽ നിന്ന് ഏതാണ്ട് 25 ലക്ഷം രൂപയോളം പലയിടങ്ങളിൽ നിന്നായി ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അഫാൻ. ആ പണം തിരിച്ച് അടയ്ക്കാൻ അഫാന് കഴിയാതെ വരുന്നു. തുടർച്ചയായി ഈ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടുള്ള ഫോൺ കോളുകൾ വരുന്നു. അങ്ങനെ വലിയൊരു മാനസിക സമ്മർദ്ദത്തിലേക്ക് 23-കാരനായ അഫാൻ എത്തുന്നു. പിന്നീട് ഫെബ്രുവരി മാസം 24-ാം തീയതി 3 പേർക്കായി കടം വാങ്ങിയ പണം തിരികെ നൽകാനുണ്ടായ ഒരു സാഹചര്യമാണ് അഫാൻ ഇങ്ങനൊരു ക്രൂരകൃത്യത്തിലേക്ക് നയിക്കുന്നത്. അതായത് ഒരു ബന്ധുവിൽ നിന്ന് 50,000 രൂപ വാങ്ങി അത് അന്ന് കൊടുക്കേണ്ടതായിരുന്നു. അതോടൊപ്പം വീട് ജപ്തിയാകാതിരിക്കാൻ ബാങ്കിൽ പണമടയ്ക്കേണ്ട അവസാന ദിവസമായിരുന്നു ഫെബ്രുവരി 24. അതോടൊപ്പം മറ്റൊരാളിൽ നിന്ന് വാങ്ങിയ പണം, ഇങ്ങനെ 3 പേർക്കായി പണം കൊടുക്കേണ്ട തീയതിയായിരുന്നു ഫെബ്രുവരി 24. അന്ന് അഫാൻ അതിന് കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ആസൂത്രണം ചെയ്യാൻ അഫാൻ എന്ന 23 വയസ്സുകാരനെ പ്രേരിപ്പിക്കുന്നത്. അതായത് അന്ന് രാവിലെ 10 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇടയിലാണ് ഈ വീട്ടിലും മറ്റ് 2 സ്ഥലങ്ങളിലുമായി, അതായത് ആ 3 സ്ഥലങ്ങളിലായി ഈ 5 കൊലപാതകങ്ങൾ നടക്കുന്നത്. അഫാൻ്റെ മുത്തശ്ശിയായ സൽമ ബീവി, അതായത് ഈ പേരുമലയിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള ഒരു കൊച്ചു വീട്ടിലാണ് സൽമ ബീവി താമസിച്ചുകൊണ്ടിരുന്നത്. തനിച്ച് താമസിക്കുകയായിരുന്നു. അവരുടെ മാല, ഏതാണ്ട് ഒരു 2.5 പവനോളം തൂക്കം വരുന്ന മാല, അത് പണയം വെക്കാനായി അഫാൻ ചോദിച്ചിരുന്നു. പക്ഷേ സൽമ ബീവി അതിന് സമ്മതം മൂടിയില്ല. ആ വൈരാഗ്യമാണ് താൻ ഏറെ സ്നേഹിച്ചിരുന്ന സൽമ ബീവി വളരെ അപ്രതീക്ഷിതമായുണ്ടായ പ്രകോപനത്തിൽ കഴുത്തിന് പിന്നിൽ തലയ്ക്ക് അടിച്ച് വീഴ്ത്തുകയും പിന്നീട് അവർ ദാരുണമായി കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. അവിടെ നിന്ന് അഫാൻ പിന്നീട് നേരെ എത്തുന്നത് തൻ്റെ പിതാവ് റഹീമിൻ്റെ സഹോദരനായ അബ്ദുൾ ലത്തീഫിൻ്റെ വീട്ടിലേക്കാണ്. അബ്ദുൾ ലത്തീഫിൻ്റെ വീട് ഈ പേരുമലയിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയാണ്. ഈ വീട്ടിലെത്തുന്നു. അബ്ദുൾ ലത്തീഫ് വീടിൻ്റെ സോഫയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പ്രകോപനമൊന്നുമില്ലാതെ ഈ അബ്ദുൾ ലത്തീഫാണ് ഈ സൽമ ബീവി ഈ സ്വർണം, ഈ മാല തരാൻ തടസ്സം നിന്നത് എന്ന ഒരു വൈരാഗ്യമാണ് അബ്ദുൾ ലത്തീഫിനോട് അഫാന് നേരത്തെ മുതലുണ്ടായിരുന്നത്. അതോടൊപ്പം ഈ പേരുമലയിലെ വീട് വിറ്റാൽ അവരുടെ കടബാധ്യതകൾ തീർക്കാമെന്ന് അതിന് അബ്ദുൾ ലത്തീഫ് തടസ്സം നിന്നു എന്നാണ് പോലീസിനോട് അഫാൻ വ്യക്തമാക്കിയത്. എന്തായാലും അഫാൻ നേരെ ഈ വീടിൻ്റെ
സെറ്റിയിലിരിക്കുന്ന, അതായത് മുൻവശത്തെ സെറ്റിയിലിരിക്കുന്ന അബ്ദുൽ ലത്തീഫിനെ ഒരു പ്രകോപനമില്ലാതെ നേരെ തലയ്ക്ക് അടിക്കുന്നു. കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് അബ്ദുൽ ലത്തീഫിനെ ആക്രമിക്കുന്നു. ശബ്ദം കേട്ടുകൊണ്ട് ഓടി വരുന്ന അബ്ദുൽ ലത്തീഫിൻ്റെ ഭാര്യ സജിദ ബീവിയെയും സമാനമായ തരത്തിൽ തന്നെ ക്രൂരമായി തലയ്ക്ക് വെട്ടി രണ്ടുപേരെയും ഈ വീടിൻ്റെ രണ്ട് വശങ്ങളായി, മുൻവശത്ത് അബ്ദുൽ ലത്തീഫിൻ്റെ മൃതദേഹം, പിൻവശത്ത് സജിദ ബീവിയുടെ മൃതദേഹം. ഇങ്ങനെയാണ് ആ വീട് തുറന്നപ്പോൾ പ്രദേശവാസികൾ ഇവരുടെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മൃതദേഹം കണ്ടെത്തുന്നത്. അവിടെ നിന്നാണ് നേരെ ഈ വീട്ടിലേക്ക് എത്തുന്നത്. അന്ന് വൈകുന്നേരത്തോടെ ഈ വീട്ടിലെത്തുന്നു. വീട്ടിലെത്തിയ ശേഷം അമ്മ, അതായത് അഫാനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് അഫാൻ്റെ അമ്മയാണ്, ഷെമി, അമ്മ ഷെമി ഈ വീട്ടിനകത്തുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ഈ കടം കൊടുത്തു തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂട്ട ആത്മഹത്യയെക്കുറിച്ച് പലപ്പോഴും അവർ പരസ്പരം സംസാരിച്ചിരുന്നു എന്നൊക്കെയാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഈ കൊടുക്കാനുള്ള കടം എങ്ങനെ കൊടുത്തു തീർക്കും എന്ന ആശങ്ക അഫാൻ ഈ സംഭവ ദിവസം, അതായത് ഫെബ്രുവരി 24-ാം തീയതി ഈ രണ്ട് സ്ഥലങ്ങളിൽ, അതായത് സൽമ ബീവിയെയും അതോടൊപ്പം തന്നെ പിതൃ സഹോദരനായിട്ടുള്ള അബ്ദുൽ ലത്തീഫിനെയും ഭാര്യയുമൊക്കെ കൊലപ്പെടുത്തിയ ശേഷം വീട്ടിലെത്തി ഉമ്മയുമായി പങ്കുവെക്കുന്നുണ്ട്. അതിനിടയിലാണ് ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കഴുത്തിൽ അവർ ധരിച്ചിരുന്ന ഒരു ഷോൾ, ആ ഷോൾ പെട്ടെന്ന് ഈ അവരിരുന്ന സ്ഥലത്തിന് പിന്നിലൂടെ എത്തി വരിഞ്ഞു മുറുക്കുന്നു. വരിഞ്ഞു മുറുക്കിയതിന് ശേഷം അവർ ബോധരഹിതയാകുന്നു. പിന്നീട് അവരെ വീടിൻ്റെ ഹാളിനോട് ചേർന്നുള്ള അകത്തെ കിടപ്പ് മുറിയിലേക്ക് അവരെ വലിച്ചുകൊണ്ട് പോവുകയാണ്. അവിടെ വെച്ച് അവരുടെ തലയിൽ അടിക്കുന്നു. തലയിലടിച്ച് രക്തം വാർന്ന നിലയിൽ, അതായത് ബോധരഹിതയായി അവർ വീഴുകയായിരുന്നു ചെയ്തത്. പക്ഷേ അഫാൻ വിചാരിച്ചത് ഉമ്മ മരണപ്പെട്ടു എന്ന് തന്നെയാണ്. അങ്ങനെയാണ് ആ മുറിയിൽ രക്തം തളം കെട്ടിക്കിടന്ന ഉമ്മയെ ഉപേക്ഷിച്ച് ആ മുറി ലോക്കാക്കി പുറത്തിറങ്ങിയ ശേഷം, പ്രധാനപ്പെട്ട റോഡാണിത്, ഈ വീട്ടിലേക്ക് ഒരു 100 മീറ്ററില്ല പ്രധാനപ്പെട്ട റോഡിൽ നിന്ന് പേരമല ജംഗ്ഷനിലേക്കുള്ള വഴിയാണിത്. അപ്പം അവിടേക്ക് സ്കൂൾ വിട്ട് അഫാൻ്റെ സഹോദരൻ അഫ്സാൻ അവിടേക്ക് എത്തുന്നു. അഫ്സാൻ വീട്ടിൻ്റെ മുൻവശത്തേക്ക് വരുമ്പോൾ അവന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമുണ്ട്. അപ്പം നമുക്ക് പോയി ഭക്ഷണം മേടിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് ഈ സഹോദരനെ കൂട്ടി ഭക്ഷണം മേടിക്കാനായി ഇരുവരും കൂടെ പോവുകയാണ്. വീട്ടിലേക്ക് അവൻ വരുന്നില്ല. അപ്പോൾ ഈ ഭക്ഷണം മേടിക്കാനായി പോകുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങി അവർ ഒരുമിച്ച് ഇവിടേക്ക് തിരിച്ചു വരുന്നു. തിരിച്ച് വീടിനകത്തേക്ക് കയറുകയും വാതിൽ അടച്ചതിന് ശേഷം തൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതായത് ഈ ഭക്ഷണം ഈ വീടിൻ്റെ മുൻവശത്ത്, അതായത് ഡൈനിങ് ടേബിളിൽ ഈ പാഴ്സലായി മേടിച്ചുകൊണ്ട് വരുന്ന ഭക്ഷണം തുറക്കുന്നു. അതവിടെ വെച്ചതിന് ശേഷം താൻ നേരത്തെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ആയുധം, ആ ആയുധം എടുത്ത് അതിക്രൂരമായ തരത്തിൽ, ഒരുപക്ഷെ ഈ 5 കൊലപാതകങ്ങൾ ഏറ്റവും ക്രൂരമായ കൊലപാതകം ഈ സഹോദരനെ, +1 വിദ്യാർത്ഥിയായ സഹോദരൻ നേർക്ക് നടന്ന ഈ അതിക്രമമാണ്. അങ്ങനെ അതിക്രൂരമായ രീതിയിൽ തലയ്ക്ക് അടിച്ചാണ് ഈ സഹോദരനെ അഫാൻ കൊലപ്പെടുത്തുന്നത്. അങ്ങനെ അഫാനെയും ഒരു വശത്തേക്ക് മാറ്റിയിരുന്നു. പിന്നീട് ആണ് ഇവിടെ നിന്ന്, അതായത് ഈ വീട്ടിൽ നിന്ന് തൻ്റെ ബൈക്കിൽ ഇതിന് തൊട്ട് അടുത്തുള്ള ഈ മസ്ജിദ് റോഡ്, പേരമല മസ്ജിദ് റോഡ് കഴിഞ്ഞിട്ടാണ് തൻ്റെ സുഹൃത്തായ, സുഹൃത്തായിട്ടുള്ള ഫർസാനയെ ഫോണിൽ വിളിച്ച് കാണണമെന്ന് പറയുന്നു. അങ്ങനെ ഫർസാന വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്നു. തന്നെ നടന്ന് ഇതിന് തൊട്ടടുത്തുള്ളൊരു ജംഗ്ഷനിലെത്തുന്നു. അവിടെ വെച്ച് അഫാൻ തൻ്റെ ബൈക്കിൽ കയറ്റി ഈ വീട്ടിൻ്റെ മുൻപിലേക്ക് ഫർസാനയും കൊണ്ടെത്തുന്നു. അതിനുശേഷം ഈ വീടിനകത്തേക്ക് മതിൽ ചാടിയാണ് പോയത് എന്നാണ് അത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിച്ചത്. മതിൽ ചാടി കിടന്ന് വീട്ടിനകത്ത് കിടക്കുന്നു. വീട്ടിനകത്ത് ഏറ്റവും മുകളിലൊരു മുറിയുണ്ട്. അപ്പം ആ മുകളിലത്തെ മുറിയിലേക്കാണ് ഈ ഫർസാനയുമായിട്ട് അഫാൻ എത്തുന്നത്. അങ്ങനെ ഈ ഏറ്റവും മുകൾ നിലയിലെ മുറിയിൽ തൻ്റെ മുറി, അതായത് അഫാൻ്റെ മുറി, ആ മുറിയിൽ ഈ ഫർസാനയെ കൊണ്ട് ഒരു കസേരയിൽ ഇരുത്തിയ ശേഷം ഈ നടന്ന കൊലപാതകങ്ങളെക്കുറിച്ചെല്ലാം അഫാൻ ഫർസാനയുടെ അടുത്ത് എല്ലാ അതായത് അന്ന് ഇതിലേക്ക് നയിച്ച സാഹചര്യങ്ങളടക്കം എല്ലാം പങ്കുവെക്കുകയാണ്. ഇത് കേട്ട് തലയിൽ കൈവച്ച് ഫർസാന ഇരിക്കുന്നു. ഇനി നമ്മൾ എങ്ങനെ ഒരുമിച്ച് ജീവിക്കും എന്ന
ഏറ്റവും ഒരു പെണ്ണിൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുന്ന വേദന ഉളവാക്കുന്ന വാക്കുകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അഫാനോട് ഫർസാന പങ്കുവെക്കുമ്പോൾ തലയിലിങ്ങനെ കൈവച്ചാണ് ഫർസാന ഈ കസേരയിലിരുന്നിരുന്നത്. പെട്ടെന്ന് മറുവശത്തെ കഴുതിയിരുന്ന ഒരു ചുറ്റികയെടുത്ത് നേരെ ഫർസാനയുടെ നെറ്റിയുടെ ഈ നടുഭാഗത്തായിട്ട് ഈ ചുറ്റിക കൊണ്ട് അടിക്കുകയാണ്. ആ അടിയുടെ പ്രഹരത്തിൽ ആ കസേരയിൽ തന്നെ, അതായത് ഈ ഭാഗം തുളച്ച് അകത്തേക്ക് കയറിപ്പോകുന്ന തരത്തിലായി കാര്യങ്ങൾ. വെടിയുണ്ട ഏറ്റതുപോലെയായിരുന്നു ഫർസാനയുടെ മൃതദേഹം ഈ കസേരയിൽ നിന്ന് കണ്ടെടുക്കുമ്പോൾ എന്നാണ് അന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ വെഞ്ഞാറമൂട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വ്യക്തമാക്കിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.